ഇനി നമുക്ക് കൊച്ചിയിലേക്ക് പോകാം. എറണാകുളം ജില്ലയുടെ വിവരങ്ങളും ഒക്കെ അറിയണം. ചേതൻ ചേരുന്നുണ്ട്. ചേതൻ, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് അവിടുത്തെ ഒരു സ്ഥിതി? ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. ഗുഡ് മോർണിംഗ് പ്രിയ. ഏറെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് കൊച്ചിയിൽ നിന്ന് നമുക്ക് പങ്കുവെക്കാനുള്ളത്. മഴ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ കൊച്ചി നഗരത്തിലും എറണാകുളം ജില്ലയിലും ഉള്ളത്. ഇന്നലെ രാത്രി ഒരു 10 മണിക്ക് ശക്തി കുറഞ്ഞ രീതിയിൽ ഈ എറണാകുളം നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും മഴ പെയ്തിരുന്നു. പക്ഷേ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ശക്തി കുറഞ്ഞ് മഴ പിൻവാങ്ങുന്നൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെയും മഴ അല്പം പെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ മഴ പൂർണ്ണമായും വിട്ടുമാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിലവിൽ ഇപ്പോൾ 6 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഈ ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. ഒന്ന് കാക്കനാടും, രണ്ടാമത്തത് കളമശ്ശേരിയിലും, നോർത്ത് പറവൂരിലും, ഇടപ്പള്ളിയിലും, വാഴക്കാലയിലും, സൗത്ത് പറവൂരിലാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. ഈ 6 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 60-ൽ കൂടുതൽ ജനങ്ങളാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ തങ്ങുന്നത്. ഈ കാലാവസ്ഥ അധികൃതർ നൽകുന്ന ഒരു പ്രവചന പ്രകാരം ഈ 4-ാം തീയതി വരെ ശക്തമായ രീതിയിൽ മഴ പെയ്യും. അതിനുശേഷം മഴയുടെ കാഠിന്യം അല്പം കുറയുമെന്നാണ് ഈ കാലാവസ്ഥാ അധികൃതർ അവരുടെ പ്രവചനം. ഇപ്പോൾ ഈ 24 മണിക്കൂറിനിടെ വെറും 9 മില്ലിമീറ്റർ മഴ മാത്രമാണ് കൊച്ചി നഗരത്തിൽ പെയ്തത്. 5 വീടുകൾ മാത്രമേ ഭാഗികമായി ഇതുവരെ തകർന്നിട്ടുള്ളൂ. ഒരു വീടും പൂർണ്ണമായും തകർന്ന ഒരു സാഹചര്യമൊന്നും ഉണ്ടായില്ല. നിലവിൽ കൊച്ചി നഗരത്തിൽ ഓപ്പറേഷൻ വാഹിനി അതിൻ്റെ 2ാം ഘട്ട നടപടികൾ പുരോഗമിക്കുകയാണ്. 4.46 കോടി രൂപ ദുരന്ത നിവാരണ അതോറിറ്റി ഈ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. 38ഓളം ജലാശയങ്ങളിലെ നീരൊഴുക്ക് സുഗമമാക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് ഇതിൻ്റെ പ്രവർത്തനം. കഴിഞ്ഞ ദിവസം കളമശ്ശേരിയിലെ മുട്ടാർ പുഴയിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളൊക്കെ ഈ ഓപ്പറേഷൻ വാഹിനിയുടെ കീഴിൽ മാറ്റിയിരുന്നു. ഇനി നിലവിൽ ബാക്കിയുള്ളത് മുട്ടാർ പുഴയ്ക്ക് പുറമെ മാഞ്ഞാലിത്തോട്, ഇടപ്പള്ളിത്തോട്, കൈപ്പട്ടിപ്പുഴത്തോട് തുടങ്ങിയ ജലാശയങ്ങളിലെ ഈ മാലിന്യം നീക്കുന്ന നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വരുന്ന 20 ദിവസത്തിനുള്ളിൽ ഈ 2ാം ഘട്ട പ്രവർത്തനം പൂർത്തിയാകും എന്നാണ് ഈ മന്ത്രി പി രാജീവ് നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും മഴ പൂർണ്ണമായും വിട്ടുമാറിയ ഒരു സാഹചര്യമാണ്. കൊച്ചിയെ സംബന്ധിച്ചോളം വളരെ ആശ്വാസത്തിൻ്റെ ദിനം കൂടിയാവും എന്നാണ് ഇന്നത്തെ പ്രതീക്ഷ. പ്രിയ.